कसम है तुम्हें तुम मगर मुझसे रूठे रहे सांस जब तक ये बंधन न टूटे तुम्हें दिल दिया है ये वादा किया है सनम मैं तुम्हारी रहूंगी सदा ഓ നല്ലൊരു സ്വപ്നമായിരുന്നു. ആരടാ ഈ നേരത്ത്? ഷോ ഹലോ, ആരാ? ആരാന്നോ? എടാ, നിന്റെ കൂടെ ആ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന അലവലാതിയില്ലേ, അവനെന്തേ? അവനെ എൻ്റെ കയ്യിലെങ്ങനെ കിട്ടിയ മര്യാദയ്ക്ക് നീ രണ്ടും കൂടെ ഇങ്ങോട്ട് പോന്നോ? ആ മമ്മിയായിരുന്നോ? സോറി മമ്മി, ഞാൻ ഉറക്കമായിരുന്നു. ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെന്താ, ഞാൻ അടുത്ത് പറയാലോ. അവൻ കിടന്ന് ഉറങ്ങുക. അവനും ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അതുമാത്രമല്ല, നല്ല ക്ഷീണം മമ്മി. നിന്റെ പറച്ചിലൊക്കെ ഇവിടത്തോടെ നിർത്തിക്കോ. മര്യാദയ്ക്ക് നാളെ 5:30 സമയം ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ട്രെയിൻ കയറി ഇങ്ങോട്ട് എത്തിക്കോണം. നിന്റെ പപ്പയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവനെയും കൂടെ കൂട്ടിക്കോ. ഞാൻ വിളിക്കുമ്പോൾ ഉള്ള ആ സ്വിച്ച് കോളി അവനെ ഇന്നത്തോടെ നിർത്താൻ പറഞ്ഞേക്ക് കേട്ടല്ലോ. പിന്നെന്താ, ഞാൻ പറഞ്ഞേക്കാം അമ്മ. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് വിളിക്കാട്ടോ. എനിക്കവിടെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അവനല്ലേ, അതുകൊണ്ടാട്ടോ. ആ, നിന്നെ ഞാനൊന്നും പറയുന്നില്ല, എൻ്റെ മോനായതുകൊണ്ട് പറയുമല്ല. അവൻ്റെ കൂടെ നടന്ന് നീയും ചീത്തയുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നാളെ 5:30 നീ ഇവിടെ എത്തിക്കോണം. നിൻ്റെ പപ്പയും നിൻ്റെ അമ്മയും ഞാനും അവൻ്റെ അപ്പനും ഇവിടെ കാണും. മര്യാദയ്ക്ക് രണ്ടും കൂടെ ഒരു എക്സ്ക്യൂസും പറയാതെ ഇങ്ങോട്ട് എത്തിക്കോണം കേട്ടല്ലോ. ഇപ്പോഴത്തേക്ക് ഞാൻ വെക്കുവാണ്. ഈ മമ്മിയുടെ വേറെ മുഖം നീ കാണരുതെങ്കിൽ അവനെയും വിളിച്ച് നാളെ ഇങ്ങോട്ട് പോകണം. ശരിയെന്നാ. പിന്നെന്താ മമ്മി, അവിടെ വന്നിട്ട് ഞാൻ മമ്മി നേരിട്ട് വന്ന് കാണാം കേട്ടോ. ശരി, ബൈ. ഇന്നതും പോകുന്നതും ഒക്കെ എൻ്റെ തലമണ്ട കയറി ഇറങ്ങിയാണല്ലോ ഈശ്വര പോകുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അവൻ എൻ്റെ സോൾമേറ്റായി? അല്ല, ഞാൻ അവൻ്റെ സോൾമേറ്റായി. ഓഹ്, മമ്മിയുടെ വായിന്ന് രാവിലെ തന്നെ കുറേ കേട്ടു. ഇനി അലവലാതിനെ ഞാൻ എവിടെ പോയി തപ്പിക്കൊണ്ടുവരാനാണ്? ഈ ബാംഗ്ലൂരിൽ അവനൊരു പണിയില്ലാതെ നടക്കുമെന്ന് ഞാൻ ഇന്നലെ അവൻ്റെ അമ്മയുടെ മുഖത്ത് ഊട്ടി പറയും. ഏതെങ്കിലും പപ്പിന് വെള്ളം ഓടിച്ച് ഏതെങ്കിലും പെണ്ണിനെയും സെറ്റാക്കി നടക്കുന്നതായിരിക്കും. ഇനി അവനെ തപ്പിയെടുത്ത് വരണമല്ലോ ഈശ്വര. ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ അഭിചേട്ടൻ നല്ലൊരു പെർഫോമൻസാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ അഭിചേട്ടൻ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. യെസ് ഗേൾസ്, യെസ്, we gonna kiss our അഭിചേട്ടൻ's cheek. Oh my god, അഭിചേട്ടൻ on stage please girls. Welcome our അഭിചേട്ടൻ, come on the stage. I'm calling my lungs when I'm breathing. Damn. I love a hoe with a fat ass. Boy, you a bitch with your red ass. You stalking my shit with your mad ass. Like my Jason, do it, you badass. Step off in these. ഹേ ഗേൾസ്, എല്ലാവരും ശാന്തയാകും. താങ്ക് യു ഫോർ യുവർ, എന്താ പറയുക, എനിക്കിവിടെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആൻഡ് ഓൾ ഓഫ് യു, താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് യുവർ സപ്പോർട്ട്. ഗേൾസ്, കിസ്സോ അതൊന്നും നോ വേ. ആൻഡ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എൻ്റെ ഈ ലുക്ക്, എൻ്റെ ഈ ബോഡി, എൻ്റെ ഈ സൗണ്ട്. ഓ, യാരടാ ഇന്ന നേരത്ത് എന്നെ ഒന്ന് കൊച്ചായിട്ട് കൊഴിയാനും സമയക്കില്ല. ഓ, ഇവൻ എൻ്റെ സോളാന്ന് പറഞ്ഞ് നടന്ന് എൻ്റെ എല്ലാതല്ല അവസരങ്ങളും നശിപ്പിക്കുമല്ലോ എൻ്റെ ഈശ്വര. ഗേൾസ്, ഒരു മിനിറ്റ്, ഇച്ചായി ഒരു കോള് വന്നു. ഇച്ചായി ഇപ്പോൾ വരാട്ടെ. സൊല്ലട ദേവടിയപ്പയില്ലേ കേടയാടി മോനെ, നീ എവിടെയാടാ നായി? നിന്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറയാനൊരു തെറിയില്ല. മര്യാദയ്ക്ക് 5:30 അവിടുത്തെ അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. നീ കാരണം എൻ്റെ പപ്പ എൻ്റെ മമ്മി എന്നെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടെ ഇല്ലാതിട്ട് നിൻ്റെ പപ്പയും നിൻ്റെ മമ്മിയും കൂടെ എന്നെയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. മര്യാദയ്ക്ക് ഇപ്പം തന്നെ വീട്ടിലോട്ട് വന്നോ, അല്ലെങ്കിൽ നിൻ്റെ പപ്പും പണ്ടാരോട് ഞാനെടുത്ത് അങ്ങ് ദൂരെ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ പണിക്കങ്ങ് പോകും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഡേ ഞാൻ നിൻ്റെ ഒരു സോളല്ലേടാ, ഇങ്ങനെയൊക്കെ പറയാമോ? അതൊക്കെ പോട്ടെ, അമ്മ ചൂടായില്ലേ? നിന്റെ ചൂട് കാണുമ്പോൾ തന്നെ മനസ്സിലായി അമ്മ ചൂടായി. ശരിയടാളിയ, ഞാൻ നിർത്തിയിട്ട് വരുന്നു. നീ ഭയപ്പെട വേണ്ട. ഞാൻ വന്നിട്ടേ സോളൂ, ഞാൻ വന്നിട്ടേ. 5:30 പറഞ്ഞേ, നമുക്ക് 5 മണിയാകുമ്പോൾ തന്നെ അങ്ങോട്ട് ചെല്ലാം. ഓക്കെ വാ, ശരി എന്നാൽ.
നീ ഇത്ര കിടന്ന് ചൂടാവില്ല ബായ്, ഞാൻ നീ വന്ന്. ആ, എന്താ പയ്യർക്കട്ടു, മര്യാദയ്ക്ക് എല്ലാം നിർത്തിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. എനിക്കാണ് വീട്ടിൽ പോയിട്ട് കുറേ പരിപാടിയുള്ളതാണ്. നിന്റെ അച്ഛൻ ഇനി വിളിക്കാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾ പോകുന്നേക്ക് എനിക്ക് സമയം ഒട്ടുമില്ല. എവിടെ എൻ്റെ വൈഫു? വൈഫു എവിടെയാടി നീ? ഹലോ, ഇവിടെ ആരുമില്ലല്ലോ. ഓ, കിച്ചണിലാണോ വൈഫു? എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടേ? ഇവിടെ നിങ്ങൾക്ക് പരിപാടി? താഴെ പൊക്കോ, ഞാൻ ഫുഡൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്ന് നോക്കാം. ഇന്ന് അമ്മീനെ വിളിക്കാൻ ശ്രമിച്ചു എന്ന് തോന്നുന്നു. അതാ മൂടി ഒട്ടും ശരിയല്ല. ഞാൻ എൻ്റെ പണി നോക്കി പോകുന്നതാണ് എനിക്ക് നല്ലത്. ആ, ഓക്കേടി. നിങ്ങൾ ആ മോനെ പോലെ തന്നെയാ. അവൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും വരുത്തരുത് കേട്ടോ. ഇപ്പോഴത്തെ ന്യൂസൊന്നും നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ഒറ്റൊരുത്തനാണ് അവൻ ഇത്രയും വഷളാക്കുന്നത്. ഓഹ്, എനിക്കിവിടെ 2 പേരുടെ ഇടയിൽ കിടന്ന് ഞാൻ മടുത്തു ഈശ്വര. ഇനി ഇങ്ങനെ തന്നെ തുടരാനാണെങ്കിൽ അപ്പനും മോനും എന്താന്ന് വെച്ചാൽ ആയിക്കോ. ഞാൻ നിങ്ങളുടെ നിന്ന് ഡിവോഴ്സും വെച്ച് ഞാൻ എൻ്റെ പണിക്ക് പോകും. അപ്പോഴേ രണ്ടും പഠിക്കാം. ഒരാവശ്യം ഉണ്ടായില്ല. മര്യാദയ്ക്ക് എൻ്റെ പണി നോക്കി ഓഫീസിൽ പോയാൽ മതിയായിരുന്നു. എടി, ഇന്നത്തേക്കുള്ള ഭക്ഷണം വേണ്ട കേട്ടോ. എൻ്റെ വയറിപ്പോഴേ നിറഞ്ഞു. ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ശരിയല്ല? അപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് തന്നെ തന്ന കഴിക്കണോ? മര്യാദയ്ക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡും കഴിച്ച് കൊണ്ടുപോകാനുള്ള ലഞ്ചും എടുത്ത് ഇവിടെ നിങ്ങൾ പൊക്കോ. അല്ലെങ്കിൽ എൻ്റെ വായിരിക്കുന്ന 2 പേര് കേൾക്കും. അവരൊന്നും വന്നോട്ടെ, ചട്ടവും പഠിപ്പിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ എന്തിനാ മോളെ ദേഷ്യപ്പെടുത്തി? ഈ ചായ കഴിക്കാമല്ലോ. ഇച്ചേൻ്റെ വയറിൽ കുറേ സ്ഥലം ബാക്കി ഇനിയും കിടപ്പുണ്ട്. എന്തൊക്കെ കാണാൻ കിടക്കുന്നു. നീ അതിങ്ങ് വിളമ്പിയേക്ക്. ഞാൻ കഴിച്ചിട്ട് മര്യാദയ്ക്ക് ഓഫീസിൽ പൊക്കോളാം. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ. എൻ്റെ മൂടിപ്പോൾ ഒട്ടും ശരിയല്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ച് കഴിക്കുക, തിന്ന് എന്നാന്ന് വെച്ചാൽ ചെയ്തു. ഞാൻ എൻ്റെ റൂമിൽ പോയി ഇരിക്കാൻ പോകും. അവൻ വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, ഒരു ഭക്ഷണം കഴിക്കാതെ. എന്നിട്ട് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. എന്നോ സംഭവിച്ചൊരു കയ്യബദ്ധം. അതാണ് എൻ്റെ മകൻ. അവൻ ഇനി എവിടെ പോയി ഞാൻ തപ്പിക്കൊണ്ടുവരാനാണോ എന്തോ. അല്ലെങ്കിലും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എവിടെയോ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ഞാനങ്ങ് ബാംഗ്ലൂർ തന്നെ പറഞ്ഞേച്ച് എന്നെ പറഞ്ഞാൽ മതി. ഇനി ഏത് കാലമാണോ കിട്ടിയെടുക്കുന്നതെന്ന് ആർക്കറിയാം. ഞാൻ ഇതിലൊന്നും പെടാതെ മര്യാദയ്ക്ക് ഓഫീസിൽ പോകുന്നു. എനിക്കല്ലാതെ വേറൊരു പണി ഇവിടെ ചെയ്യാനില്ല. അവൻ വരട്ടെ, അവനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതെന്താ ഇവിടെ ആരുമില്ലേ? ഇവിടെ എന്താ ഇത്രയ്ക്ക് ശൂന്യമായി കിടക്കുന്നേ? ശൂന്യതയിൽ എന്തോ ഒരു അപകടം ഞാൻ മണക്കുന്നു. അമ്മ മിക്കവാറും എൻ്റെ പിന്നാലെ പാലിലടിച്ച് കൊല്ലാനുള്ള ചാൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ സോളു അല്ലേടാ, എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തടാ പ്ലീസ്. അല്ല, ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ? നിനക്കിട്ടുള്ള അടിയും ഞാൻ കൊള്ളണം, എനിക്കിട്ടുള്ള അടിയും ഞാൻ കൊള്ളണം. ശരിക്കും നീയാണോ അതോ ഞാൻ നീയാണോ? എന്താ ഇവിടെ നടക്കുന്നേ? എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അടികൊണ്ട് ഞാൻ മടുത്തടാ. ഇനി നിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അടികൊണ്ട് ഞാൻ മടുക്കാറായി വരുന്നു. നീ എന്തായാലും തുടക്കം ഫസ്റ്റിലെ അങ്ങ് കയറിക്കോ. ഞാൻ നിൻ്റെ ബാക്കിന്ന് തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നു സോളു. ഗുഡ് ലക്ക്. ഞാൻ എൻ്റെ വീട്ടിൽ പോണു. ബായ്. ഡേ അങ്ങനൊന്നും പറഞ്ഞൂടാ. ഞാൻ നിൻ്റെ സോളല്ലേടാ. അല്ലേലും ഇത്രയും വർഷം ഇത്രയും കാലം നിൻ്റെ കൂടെ നടന്നിട്ട് നീ എന്നെ ഇങ്ങനെ ചതിക്കരുത് സോളു, ചതിക്കരുത്. ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ പോകണം. അവിടെ എൻ്റെ അമ്മ എന്നെ കാത്തിരിപ്പുണ്ട്. ഞാൻ അവിടെ പോയി നല്ല ചൂട് അടിയും ചൂട് ദോശയും വാങ്ങി വരാം. നിൻ്റെ അമ്മ എന്തായാലും എൻ്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരിക്കും. എനിക്കുള്ള പാർസൽ അവിടെ റെഡിയായിരിക്കും. നിനക്ക് ഞാൻ ഇവിടെ പാർസൽ കൊണ്ടുവരാം. അപ്പോൾ ശരി. ഓ ഗോഡ്, അവൻ എന്നെ കൈയൊഴിഞ്ഞു. ഇനി ഞാൻ ആരുടെ കാല് പോയി പിടിക്കുമോ എന്തോ. അപ്പനുണ്ടല്ലോ, അപ്പൻ എന്നെ രക്ഷിക്കും. എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. എന്താന്ന് വെച്ചാൽ അപ്പോൾ അങ്ങ് സ്വീകരിക്കാൻ 2 കൈ നീട്ടി. അമ്മച്ചി, അമ്മച്ചി, ഞാൻ വന്നു. നിങ്ങളുടെ ഒരേ ഒരു മകൻ. അച്ഛാ, ആരുമില്ലേ ഇവിടെ? ഹലോ അമ്മേ. അയ്യോ,
വരണം കെട്ടവനെ. ഇനി നിന്നെ ഇവിടെ കണ്ടുപോരുത്. നിന്റെ അമ്മ ഞാനുമല്ല, ദേ ഇരിക്കുന്ന നിന്റെ തന്തയുമല്ല. മര്യാദയ്ക്ക് ഇവിടെ നിറയിക്കോ. നീ എനിക്കൊരു മോനുമല്ല. പട്ടി ആരവലാതി. നീ എവിടെ പോയി കിടന്നടാ നായെ? നിന്റെ മുട്ടുകാലം ഞാൻ തല്ലി പിടിക്കും. ഇവിടെ മൊത്തം നീ പുറത്ത് നിന്ന് കിടന്നാ മതി. എന്ന് ഞാൻ പോണു തോലഞ്ഞവൻ. ഇതൊക്കെ എന്ത് നിസാരം. ഹേയ് ഹായ് ഡടിക്കോ, എങ്ങനെയുണ്ട്? സൗഖ്യമാ? ഉങ്ങളുടെ മனைவிக்கு എൻ മേലെ കോപമാ? നിന്റെ അത്ര തൊലിക്കെട്ടി എനിക്കില്ലാണ്ടായി പോലോടാ മോനെ. നിനക്ക് ഇപ്പൊ പൊട്ടാമസിന്റെ അല്ല, വേറെ എന്തിൻ്റെയോ തൊലിയാ. അതൊക്കെ പോട്ടെ, നീ എവിടെ തന്നെ തിരിയുമായിരുന്നടാ? നിന്റെ അമ്മ എത്ര തവണ നിന്റെ ഫോണിലോട്ട് വിളിച്ചെന്ന് അറിയോ? അത് പിന്നെ അച്ഛ, അവിടെ ഭയങ്കര പണിയായിരുന്നു. അവിടുത്തെ HR ആണെങ്കിൽ എന്നെ ഒട്ടും തിരിയാൻ സമ്മതിക്കില്ലായിരുന്നു. അത്രയ്ക്ക് പണിയല്ലേ. പിന്നെ പെൺപിള്ളേരൊക്കെ ഇങ്ങോട്ട് പെൺപിള്ളേരെന്ന് പറയുമ്പോൾ അവിടുത്തെ സ്റ്റാഫേ, അവരെയൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാ അച്ഛ. അതല്ലേ ഇവിടെ ആവുക. ഈ തന്തയെ തന്നെ പറഞ്ഞു നീ പറ്റിക്കണം. നിന്റെ സ്റ്റാഫിൻ്റെ ആളെയൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതൊക്കെ പോട്ടെ. ഇത് നിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിൻ്റെ അമ്മ എടുത്ത തീരുമാനമാണ്. എൻ്റെ ഫ്രണ്ടില്ലേ ജാക്കോബ്, അവൻ്റെ മോൻ ഇവിടെ ഒരു ഓഫീസിലെ ഒരു HR ആയിട്ട് വർക്ക് ചെയ്യാണ്. അവൻ്റെ ഓഫീസാണ്. അതിൻ്റെ നീ അവിടെ പോകണം. അവിടെ ഒരു ഇൻ്റർവ്യൂ നിനക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്. നീ അവിടെ എന്തായാലും നാളെ തന്നെ പോകണം. അപ്പൊ മോൻ അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. നാളെ തന്നെ റെഡി ആയിക്കോ. മോൻ്റെ റെസ്യൂമൊക്കെ എടുത്ത് വെക്ക്. നാളെ എന്തായാലും ആ ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യണം. അവിടെ എൻ്റെ ഫ്രണ്ടിന്റെ മോൻ ജിയോൺ എന്ന് ചോദിച്ചാൽ മതി. എല്ലാവർക്കും അറിയാം. എല്ലാവരും പറഞ്ഞു തരുന്നതായിരിക്കും. എന്ത് ഇന്റർവ്യൂ? ഓ നോ ഡാഡി, നോ, ഞാൻ പോവില്ല. ഇതെന്ത് കഷ്ടമാണെന്ന് നോക്കണേ. നിന്റെ അടുത്ത് പ്രസവം എടുക്കാനല്ലോ പറഞ്ഞത്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞോളൂ. മര്യാദയ്ക്ക് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ജോബ് എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാൻ നോക്കുക. എന്നിട്ട് ഈ വീട്ടിനകത്തോട്ട് കയറിയാൽ മതി. അതാ ഞാൻ പറഞ്ഞ കാര്യമല്ല, നിന്റെ അമ്മ പറഞ്ഞ കാര്യമാണ്. നിന്റെ അമ്മ എടുത്ത തീരുമാനവുമാണ്. എന്നാലും എൻ്റെ അച്ഛ, എനിക്കിട്ട് തന്നെ ഈ പണി തരണമായിരുന്നു. എനിക്ക് കേട്ടിട്ട് എന്നെ വെപ്രാളാവുന്നല്ലോ എൻ്റെ ഈശ്വര.